ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ലെവൽ ഓഫ് ഇൻവെൻട്രി. ഒരു ബിസിനസ്സിൽ എത്രത്തോളം ഇൻവെൻട്രി കീപ്പ് ചെയ്യണം എന്നുള്ളത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ലെവൽ ഓഫ് ഇൻവെൻട്രി, ഈ ടോപ്പിക്കാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദ ലെവൽ ഓഫ് ഇൻവെൻട്രി ഷുഡ് ബി അപ്രോപ്രിയേറ്റ്. ഓക്കെ, ഒരു ബിസിനസ്സിൽ ഹോൾഡ് ചെയ്യുന്ന ഇൻവെൻട്രി ലെവൽ എന്തായിരിക്കണം? അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. എക്സസ് ആവാൻ പാടില്ല, കുറയാനും പാടില്ല. The appropriateness of the amount of inventory depends upon number of factors. Some significant factors affecting the level of inventory are explained. അപ്പം നമ്മുടെ ബിസിനസ്സിൽ എത്രത്തോളം ഇൻവെൻട്രി ആണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫാക്ടറാണ് നേച്ചർ ഓഫ് ബിസിനസ്. ഓക്കെ, ബിസിനസ് ട്രേഡിംഗ് ബിസിനസ് ആണോ, മാനുഫാക്ചറിങ് ബിസിനസ് ആണോ, ലാർജ് സ്കെയിൽ ആണോ, സ്മോൾ സ്കെയിൽ ആണോ? നേച്ചർ ഓഫ് ബിസിനസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇൻവെൻട്രി ലെവൽ, എത്രത്തോളം ഇൻവെൻട്രി വേണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ ലെവൽ ഓഫ് ഇൻവെൻട്രി വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ബിസിനസ്, വേർ ഇറ്റ് ഈസ് എ റീറ്റെയിൽ ബിസിനസ് ഓർ ഹോൾസെയിൽ ബിസിനസ്, മാനുഫാക്ചറിങ് ഓർ ട്രേഡിംഗ്. ഓക്കെ, നമുക്കറിയാം റീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ അവർ കീപ്പ് ചെയ്ത് ഇൻവെൻട്രിക്ക് ഒരു ലെവൽ കാണും അല്ലേ? അവരെക്കാട്ട് കൂടുതലായിരിക്കും ആര് ഹോൾഡ് ചെയ്യുന്നത്? ഒരു ഹോൾസെയിൽ ബിസിനസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ബിസിനസിന്റെ നേച്ചർ അനുസരിച്ച് ഇൻവെന്ററി ലെവലിൽ എന്ത് വരുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ബിസിനസ് എന്താണെന്ന് നോക്കും. റീറ്റെയിൽ ബിസിനസ് ആണോ, ഹോൾസെയിൽ ബിസിനസ് ആണോ, അതോ മാനുഫാക്ചറിങ് ബിസിനസ് ആണോ? മാനുഫാക്ചറിങ് ബിസിനസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയൽസിനൊന്നും ഒരു ഇന്ററപ്ഷൻ വരാൻ പാടില്ല. പ്രൊഡക്ഷൻ പ്രോസസ്സ് നിന്ന് പോകും ഇല്ലേ? അപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ഓരോ ഏത് ടൈപ്പ് ബിസിനസ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും നമ്മുടെ ബിസിനസ്സിലെ ഇൻവെൻട്രി ലെവൽ. അപ്പൊ ഇൻവെൻട്രി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ ഏതാണ്? നേച്ചർ ഓഫ് ബിസിനസ് ആണ്. ഇൻവെൻട്രി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസ് എന്നുള്ളത് റീറ്റെയിൽ ബിസിനസ് ആണോ, ഹോൾസെയിൽ ആണോ, അതോ മാനുഫാക്ചറിങ് ആണോ, ട്രേഡിംഗ് ആണോ? ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇൻവെൻട്രി ലെവൽ മാറുന്നു. സെക്കൻഡ് ആണ് ഇൻവെൻട്രി ടേൺ ഓവർ. എന്താണ് ഇൻവെൻട്രി ടേൺ ഓവർ? ഇൻവെൻട്രി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന സെക്കൻഡ് ഫാക്ടറാണ് ഇൻവെൻട്രി ടേൺ ഓവർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ വിൽക്കാനായിട്ട് ഗുഡ്സ് കൊണ്ടുവന്നു, അല്ലെ പ്രോഡക്റ്റ് അല്ലെ ഇൻവെൻട്രി ഉണ്ട്. ആ ഇൻവെൻട്രി വിറ്റ് പോകുന്ന ഒരു റേറ്റ് കാണുമല്ലോ. കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അപ്പോഴേ തന്നെ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നല്ല രീതിയിലുള്ള ടേൺ ഓവർ നമുക്കുണ്ട്, നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ്സിന് ആ പ്രോഡക്റ്റ് പോകുന്നു. അങ്ങനെ പെട്ടെന്ന് സെയിൽ ആവുന്ന അല്ലെ, പെട്ടെന്ന് വിറ്റ് പോകുന്ന ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? വീണ്ടും വീണ്ടും എളുപ്പം റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നോക്കും ഇല്ലേ? അപ്പം എപ്പോഴും നല്ല രീതിയിൽ സെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇൻവെൻട്രി ലെവൽ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അതേസമയം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് പറയാം? ഇൻവെൻട്രി എപ്പോഴും സെയിൽ നടക്കുന്നില്ല ഇല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം ആ ഇൻവെൻട്രി എന്ത് ചെയ്താൽ മതി? നമ്മൾ ഹോൾഡ് ചെയ്താൽ മതി. അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ ഏതാണ്? ഇൻവെൻട്രി ലെവലാണ്, അല്ലെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ ആണ്. ഇൻവെൻട്രി ടേൺ ഓവർ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഇൻവെൻട്രി വിച്ച് ഗെറ്റ് സോൾഡ് ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഇറ്റ് സെയിൽ. അല്ലേ, വിൽക്കുന്നതാണ്. അത് ഒരു ദിവസം ഒരു പ്രോഡക്റ്റ് 20 തവണ കൂടുതൽ വിൽക്കുന്നുണ്ട് എങ്കിൽ അല്ലേ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു പ്രോഡക്റ്റ് ഒരു 20 തവണ നമ്മൾ ഒരു ദിവസം വിൽക്കുന്നു. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്, ഫ്രീക്വൻസി ഓഫ് സെയിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആ ഇൻവെന്ററി എന്ത് ചെയ്യണം? കൂടുതൽ സ്റ്റോക്ക് ചെയ്യണം. ഇറ്റ് ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ദ എമൗണ്ട് ഓഫ് ഇൻവെന്ററി ഹെൽഡ് ബൈ എ ബിസിനസ് കൺസേൺ. നമ്മുടെ ഫ്രീക്വൻസി കൂടുന്നേ, അതായത് ഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം വിൽക്കുന്നു, കൂടുതൽ വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെന്ററി കീപ്പ് ചെയ്യണം. ഫ്രീക്വൻസി റേറ്റ്, അതായത് എത്ര തവണ നമ്മൾ വിൽക്കുന്നു, ആ ഒരു ഫ്രീക്വൻസി റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂടുതൽ ഇൻവെന്ററി എന്ത് ചെയ്യണം? നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പൊ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ. ഏതൊക്കെയാണ്? ഫസ്റ്റ്, എത്രത്തോളം ഇൻവെന്ററി വേണം എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഫാക്ടർ ഏതാണ്? നേച്ചർ ഓഫ് ബിസിനസ് ആണ്. ബിസിനസ് മാനുഫാക്ചറിങ് ആണോ, ട്രേഡിംഗ് ആണോ, അതോ സ്മോൾ സ്കെയിൽ ആണോ, ലാർജ് സ്കെയിൽ ആണോ? ഓക്കെ, റീറ്റെയിൽ ബിസിനസ് ആണോ, ഹോൾസെയിൽ ആണോ എന്നുള്ളത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഇൻവെന്ററി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഫാക്ടർ എന്താണ്? ഇൻവെന്ററി ടേൺ ഓവർ ആണ്. ഇൻവെന്ററി ടേൺ ഓവറിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കും. എത്രത്തോളം നമ്മൾ എത്ര
എത്രത്തോളം ഗുഡ്സ് നമ്മൾ വിൽക്കുന്നു, എത്ര തവണ, ഫ്രീക്വൻസിയും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ഇൻവെന്ററി ലെവലായിട്ട്. ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് നമ്മുടെ കീപ്പ് ചെയ്യുന്ന ഇൻവെന്ററിയും കൂടുന്നു. ഓക്കെ, മൂന്നാമത്തെ ഫാക്ടറാണ് നേച്ചർ ഓർ ടൈപ്പ് ഓഫ് ദ പ്രോഡക്റ്റ്. എന്താണ് നമ്മുടെ ഇൻവെന്ററി അല്ലേ, ആ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. The product sold by the business may be a perishable product or a durable product. Accordingly, the inventory has to be maintained. Perishable goods എന്താണ്, അതിന് കാലാവധി, ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ പൂക്കള് അല്ലെങ്കിൽ എഗ് പ്രോഡക്ട്സ്, ബ്രെഡ്, ഇതൊക്കെ എന്താണ്, അതിനൊരു ലൈഫ് ഉണ്ട്, ഒരു വളരെ ഷോർട്ട് പീരീഡ് ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത്, യൂസ്ഡ് ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഷോർട്ട് പീരീഡ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകും, പെരിഷബിൾ ആണ്. അപ്പൊ അങ്ങനെ സംഭവിക്കാതെ പെരിഷബിളും ഡ്യൂറബിൾ ഗുഡ്സും ഉണ്ട്. അതിനനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, ആ ഇൻവെന്ററി സ്റ്റോക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ തൊട്ടൊക്കെ അടുത്തുള്ള ഒരു കുഞ്ഞു റീറ്റെയിൽ ഷോപ്പാണെന്നിരിക്കട്ടെ. ആ റീറ്റെയിൽ ഷോപ്പിൽ ഒരു 10 പാക്കറ്റ് ബ്രെഡ് ഒരു ദിവസം വാങ്ങിച്ചു വെച്ചു. ഒരു 10 പാക്കറ്റ് ബ്രെഡ് ഒരു ദിവസം വാങ്ങിച്ചു വെച്ചു. അതിൻ്റെ എക്സ്പയറി ഒരു 5 ദിവസമാണ് അല്ലേ. ഒരു എക്സ്പയറി ഒരു 5 ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 പോയാലും കുഴപ്പമില്ല, 5 ദിവസം ഉണ്ട് എക്സ്പയറി, വലിയ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു 10ന്റെ സ്ഥാനത്ത് അവരൊരു 50 പാക്കറ്റ് ഇറക്കി വെക്കും ഒരു റീറ്റെയിൽ ഷോപ്പിൽ? ഇല്ല. കാരണം അവിടെ അത്രയും കച്ചവടം നടക്കത്തില്ല. അത് വളരെ പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ്. നമുക്ക് വെറുതെ നമ്മൾ ആ ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് ആവുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞ എന്താണ്, നമ്മുടെ പ്രോഡക്റ്റിന്റെ ടൈപ്പ് കൂടെ നോക്കുക. പ്രോഡക്റ്റ് പെരിഷബിൾ ആണോ ഡ്യൂറബിൾ ആണോ. അതേസമയം പേന അല്ലെ, ഇതൊക്കെ എന്താണ്, പേനയ്ക്കൊക്കെ ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് നശിച്ചു പോകുന്നില്ല, നമ്മുടെ ബിസിനസ്സിൽ അത് ഇരുന്നോളും, വിറ്റുപോയില്ലെങ്കിലും അത് ഇരുന്നോളും ഇല്ലേ. ഇപ്പൊ ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. അപ്പം ആ ഒരു പ്രോഡക്റ്റിന്റെ നേച്ചർ കൺസിഡർ ചെയ്യുക. ഡ്യൂറബിൾ ഗുഡ്സ് ആണോ പെരിഷബിൾ ഗുഡ്സ് ആണോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻവെന്ററി ലെവല് മനസ്സിലാക്കാൻ. നാലാമത്തെയാണ് എക്കണോമീസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. എക്കോണമി ഓഫ് സ്കെയിൽ അല്ലെങ്കിൽ എക്കണോമീസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ ബൾക്കായിട്ട് റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നു അല്ലെ, ബൾക്കായിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് എന്ത് കുറയ്ക്കാനായിട്ട് പറ്റും, നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ടും ക്യാരിങ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ടും അതുവഴി നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ടും ഒക്കെ സഹായിക്കും. നോക്കിയേ, ദ സ്കെയിൽ ഓൺ വിച്ച് ദ പ്രൊഡക്ഷൻ ഈസ് ഡൺ ഓൾസോ അഫക്ട് ദ എമൗണ്ട് ഓഫ് inventory. A business may work on large scale in order to get the economies of production. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പോയിന്റ് ഒന്നുകൂടെ പറയാം, അതായത് നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്, നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ്, അതായത് ഒരുപാട് റോ മെറ്റീരിയൽസ്, ബൾക്കായിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് റോ മെറ്റീരിയൽസ് വാങ്ങുന്നവർ, നമ്മൾ എവിടെ നിന്നാണോ റോ മെറ്റീരിയൽസ് വാങ്ങുന്നത് അവരുടെ കയ്യിൽ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ആ റോ മെറ്റീരിയൽസ് കിട്ടും. ആ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റുമ്പോൾ അതിൻ്റെ വിലയും നമ്മൾ കുറച്ചായിരിക്കും ഇടുന്നത് അല്ലേ. അപ്പം എക്കോണമീസ് ഓഫ് സ്കെയിൽ അല്ലെങ്കിൽ എക്കണോമീസ് ഓഫ് പ്രൊഡക്ഷൻ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വഴി നമുക്ക് ആ ഒരു കോസ്റ്റുകൾ, അൺനെസസറി കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നേച്ചർ ഓഫ് ബിസിനസ് ആണ്. എത്ര ലെവൽ ഓഫ് ഇൻവെന്ററി അല്ലെ, ഇൻവെന്ററി ലെവൽ നമ്മൾ കീപ്പ് ചെയ്യണം, എത്രത്തോളം ഇൻവെന്ററി നമ്മുടെ ബിസിനസ് വേണം എന്ന് തീരുമാനിക്കുന്ന ഫസ്റ്റ് ഫാക്ടറാണ് നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസ് മാനുഫാക്ചറിങ് ആണോ, ട്രേഡിംഗ് ആണോ, റീറ്റെയിൽ ബിസിനസ് ആണോ, ഹോൾസെയിൽ ബിസിനസ് ആണോ എന്നുള്ള കാര്യം നോക്കും. രണ്ടാമത്തത് ഇൻവെന്ററി ടേൺ ഓവർ നോക്കും. നമ്മുടെ ബിസിനസ്സിന് പെട്ടെന്ന് കൂടുതൽ തവണ വിറ്റുപോകുന്ന ഗുഡ്സ് ആണോ എന്ന് നോക്കും ഇല്ലേ. മൂന്നാമത്തത് നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്, പെരിഷബിൾ പ്രോഡക്റ്റ് ആണോ ഡ്യൂറബിൾ പ്രോഡക്റ്റ് ആണോ എന്ന് നോക്കും. നാലാമത്തത് എന്താ പറഞ്ഞ, എക്കോണമീസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് നമ്മൾ ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കോണമി ഓഫ് സ്കെയിൽ അല്ലെ എക്കോണമി ഓഫ് പ്രൊഡക്ഷൻ കിട്ടും അല്ലെ. അതായത് വളരെ കുറഞ്ഞ നിരക്കിൽ എന്ത് കിട്ടുന്നു, നമുക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഫാക്ടറാണ് ഇൻവെന്ററി കോസ്റ്റ്. മോർ ദാൻ ദ എമൗണ്ട് ഓഫ് ഇൻവെന്ററി ഈസ് ഹെൽഡ് ബൈ ദ ബിസിനസ്, മോർ വിൽ ബി ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഇൻവെന്ററി. അതായത് അപ്രോപ്രിയേറ്റ് ലെവലിനെക്കാട്ടിൽ കൂടുതൽ എക്സസ് ആയിട്ടാണ് നമ്മൾ ഇൻവെന്ററി നമ്മുടെ ബിസിനസ്സിൽ ഉള്ളതെങ്കിൽ നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റ് കൂടുന്നു. ഹോൾഡിംഗ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. There has to be a trade-off between the inventory held and total cost of inventory, which comprises of purchase cost, ordering cost and holding cost. Okay. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഹെൽഡ് ചെയ്യുന്ന ഇൻവെന്ററി, ഹെൽഡ് ചെയ്യുന്ന ഇൻവെന്ററിയും
ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു ട്രേഡ് ഓഫ് ഉണ്ടായിരിക്കണം. അതായത് പർച്ചേസ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും ഒക്കെ കുറവായിരിക്കണം. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, നമ്മളത് ഓർഡർ ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, കോസ്റ്റ് ഓഫ് ഓർഡറിങ്ങും കോസ്റ്റ് ഓഫ് ഹോൾഡിങ്ങും കോസ്റ്റ് ഓഫ് പർച്ചേസിങ്ങും ഒക്കെ എന്താ ഉണ്ടായിരിക്കണം? കുറയണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബിസിനസ്സിന് ലാഭത്തിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ഇൻവെന്ററി കോസ്റ്റുകൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ് നോക്കേണ്ടത്? കുറയ്ക്കാനായിട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, അടുത്ത ഫിനാൻഷ്യൽ പൊസിഷൻ. Sometimes the credit terms of the supplier are rigid and credit period is very short. Then according to the financial situation of the business, inventory has to be held. അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ കടത്തിനാണ് ഗുഡ്സ് വാങ്ങിച്ചു വെച്ചത്. ഓക്കെ, സപ്ലയറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കടത്തിനാണ് ഗുഡ്സ് വാങ്ങിച്ചു വെച്ചത്. നമ്മൾ കൂടുതൽ ഇൻവെന്ററി വാങ്ങിച്ചു വെക്കുകയാണ്. ഓക്കെ, നമ്മൾ എക്സസ് ആയിട്ട് ഇൻവെന്ററി വാങ്ങിച്ചു വെക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ സപ്ലയർ തരുന്ന ക്രെഡിറ്റ് പീരീഡ് വളരെ കുറവായിരിക്കും. സപ്ലയറിന്റെ ആ ഒരു റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ നല്ല റിജിഡ് ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഗുഡ്സ് വിറ്റ് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അവർക്ക് ആ ഒരു എമൗണ്ട് തിരിച്ച് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റൂ, ഇല്ലേ? അപ്പം എക്സസ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ലെവലിനെക്കാട്ട് കൂടുതൽ നമ്മൾ ലെവൽ ഓഫ് ഇൻവെന്ററി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലയേഴ്സ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനെ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ വരാൻ പാടില്ല. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ നോക്കണം. നമുക്ക് ഇൻവെന്ററി വിറ്റ് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സപ്ലയേഴ്സിന് തിരിച്ച് ഗുഡ്സ് കൊടുക്കാനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ഫേം എന്തായിരിക്കണം? ഒരു ഹൈലി പ്രോഫിറ്റ് ഫേം ആയിരിക്കണം. അപ്പം എപ്പോഴും ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കുക. ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയതിന് ശേഷം മാത്രം ലെവൽ ഓഫ് ഇൻവെന്ററി കൂടുതൽ കീപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം മതിയോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുക. ഓക്കെ, സംടൈംസ് ദ ക്രെഡിറ്റ് ടേംസ് ഓഫ് ദ സപ്ലയർ ആർ റിജിഡ് ആൻഡ് ക്രെഡിറ്റ് പീരീഡ് ഈസ് വെരി ഷോർട്ട്. സപ്ലയറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ നല്ല കൂടുതലായിരിക്കും. വളരെ കുറച്ചു കാലത്തേക്ക് അവർ നമുക്ക് കടമൊക്കെ തരുത്തേയുള്ളൂ, അല്ലേ? അപ്പം ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക? ഇൻവെന്ററി സ്റ്റോക്ക് ചെയ്യുക. അടുത്താണ് പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് നമ്മൾ സെയിൽ ചെയ്യുന്നു, തിരിച്ച് നമുക്ക് ക്യാഷ് കിട്ടണം, ഇല്ലേ? നമ്മൾ കടത്തിന് കൊടുത്തവരുടെ നമുക്ക് ക്യാഷ് കിട്ടണം. ആ ഒരു പീരീഡ്, ആ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമ്മൾ നോക്കണം. നമുക്ക് കടത്തിനല്ല, കൂടുതൽ നമ്മൾ ക്യാഷിന് തന്നെയാണ് ഗുഡ്സ് വിൽക്കുന്നതെങ്കിൽ വീണ്ടും നമ്മുടെ കയ്യിൽ ക്യാഷ് വരും, വീണ്ടും നമുക്ക് ഇൻവെന്ററി വാങ്ങാം. പക്ഷെ നമ്മൾ കടത്തിനാണ് വിൽക്കുന്നത്, കടത്തിന് വിറ്റിട്ട് ആ ക്യാഷ് പിന്നെ ഡെറ്റേഴ്സിന്റെ നമുക്ക് കിട്ടണം, ഇല്ലേ? അപ്പൊ ആ ഒരു സൈക്കിൾ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. If the operating cycle period is long, then the money realization from the sale of inventory will also take a long duration. നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ, അതായത് റോ മെറ്റീരിയൽസ് വാങ്ങി പ്രൊഡക്ഷൻ നടത്തി ഗുഡ്സ് വിറ്റ് തിരിച്ച് ക്യാഷ് കിട്ടുന്ന ആ ഒരു ടൈം, അതിൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് എന്ത് കൂടുന്നു? നമുക്ക് ഇൻവെന്ററി വിറ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു പൈസയും കൂടുന്നു, അല്ലേ? Thus the inventory managed should be in line with the working capital requirement and the period of operating cycle. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന പൈസ, അതായത് നമ്മൾ ഗുഡ്സ് വിറ്റ് ആ ഒരു ഡെറ്റർ നമുക്ക് ആ പൈസ തരണം. എങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങിച്ച നമ്മുടെ സപ്ലയറിനൊക്കെ നമുക്ക് പൈസ കൊടുക്കാനായിട്ട് പറ്റൂ. അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും നമുക്ക് ഇൻവെന്ററി വാങ്ങിച്ചു വെക്കണം. അപ്പം ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻവെന്ററി ലെവലിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്താണ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ്. The attitude and philosophy of top management may support zero inventory concept or believe in maintaining huge inventory level. Accordingly, the inventory policy will be designed for the business. ചില മാനേജ്മെന്റ് ഉണ്ട്, അല്ലേ? മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില മാനേജ്മെന്റ് വിചാരിക്കുന്നത് ഇൻവെന്ററി അവർ ഒട്ടും കീപ്പ് ചെയ്യില്ല, സീറോ ലെവൽ ഇൻവെന്ററി ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. ചിലർ എക്സസ് ആയിട്ട് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? ഹ്യൂജ് ഇൻവെന്ററി ലെവൽ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്? ഇൻവെന്ററി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമുക്ക് ഇപ്പം നമ്മൾ നോക്കിയ പോയിന്റ്സ് എന്തായിരുന്നു? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ലെവൽ ഓഫ് ഇൻവെന്ററി. ഇൻവെന്ററി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 8 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം, ഒരു ബിസിനസ്സിൽ അൺനെസസറി ആയിട്ട് സ്റ്റോക്ക് ഹെൽഡ് ചെയ്യാൻ പാടില്ല. അൺനെസസറി ആയിട്ട് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റുകൾ എറേസ് ചെയ്യും. അപ്പോൾ ഒരു ബിസിനസ്സിൽ അൺനെസസറി കോസ്റ്റ് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ പ്രോഫിറ്റിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ
ഒപ്റ്റിമൽ ലെവൽ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ലെവൽ ഉള്ള ഇൻവെന്ററി വേണം നമ്മൾ ബിസിനസ്സിൽ ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫാക്ടർ ആണ് അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ നേച്ചർ ഓഫ് ബിസിനസ് ആണ്. ഈ നേച്ചർ ഓഫ് ബിസിനസ്സിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ബിസിനസ് മാനുഫാക്ചറിങ് ആണോ, ട്രേഡിംഗ് ആണോ, അതോ സ്മോൾ സ്കെയിൽ ആണോ, ലാർജ് സ്കെയിൽ ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കും. റീറ്റെയിൽ ബിസിനസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻവെന്ററി ലെവൽ മതി. ഹോൾസെയിൽ ബിസിനസ് ആണെങ്കിൽ കൂടുതൽ ഇൻവെന്ററി ലെവൽ വേണം അല്ലേ? അപ്പൊ ബിസിനസിന്റെ നേച്ചർ ആൻഡ് ടൈപ്പ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇൻവെന്ററി ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇൻവെന്ററി ടേൺ ഓവർ ആണ്. ഓക്കെ, നമ്മുടെ ബിസിനസ്സിലുള്ള ഇൻവെന്ററി നമ്മൾ വിൽക്കണം അല്ലേ? എത്രത്തോളം വിൽക്കുന്നു, എത്ര തവണ വിൽക്കുന്നു. ഓക്കെ, സെയിൽ ആൻഡ് ഫ്രീക്വൻസി ഓഫ് സെയിൽ എന്ത് ചെയ്യുന്നു? ഇൻവെന്ററി ലെവലിനെ ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ പെട്ടെന്ന് വിറ്റുപോകുന്ന ഗുഡ്സ് ആണ്, കൂടുതൽ തവണ വിറ്റുപോകുന്ന ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ അല്ലെ, മിൽക്കൊക്കെ കവർ പാലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ തവണ അല്ലെ, ഫ്രീക്വൻസി ഒക്കെ കൂടുതലാണ്, എല്ലാവരും വാങ്ങുന്ന ഐറ്റമാണ്. അപ്പം അതിന്റെ ഫ്രീക്വൻസി റേറ്റ് കൂടുതലാണ്, അതിനനുസരിച്ച് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു? ആൾക്കാർ സ്റ്റോക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം സെയിലും ആൻഡ് ഫ്രീക്വൻസി ഓഫ് സെയിലും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ്ലി ഇൻവെന്ററി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഫ്രീക്വൻസി നമ്മൾ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻവെന്ററി ലെവൽ എന്ത് ചെയ്യണം? നമ്മൾ കീപ്പ് ചെയ്യണം. മൂന്നാമത്തെയാണ് നേച്ചർ ഓഫ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റിന്റെ ടൈപ്പ് എന്താണ്? പെരിഷബിൾ പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഡ്യൂറബിൾ പ്രോഡക്റ്റ് ആണോ? ഡ്യൂറബിൾ ആണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്താൽ വലിയ കുഴപ്പമില്ല, നശിച്ചു പോകുന്നില്ല. പക്ഷെ പെരിഷബിൾ ഗുഡ്സ് ഒന്നും നമ്മൾ എക്സസ് സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഗുഡ്സിന്റെ നേച്ചർ നോക്കിയിട്ടാണ് നമ്മൾ ഗുഡ്സിനെ എന്ത് ചെയ്യുന്നത്? കീപ്പ് ചെയ്യുന്നത്. 4 എക്കോണമീസ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് ഈ എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഗെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അതും ഇൻവെന്ററി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അടുത്ത ഫാക്ടറാണ് ഇൻവെന്ററി കോസ്റ്റ്. അൺനെസസറി ആയിട്ട് എക്സസ് ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് ആയാലും ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ഹോൾഡിങ്ങും ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ഒക്കെ കൂടാനായിട്ട് കാരണമാവും. ഓക്കെ, അപ്പം അൺനെസസറി ഇൻവെന്ററി കോസ്റ്റുകൾ കുറയ്ക്കുക, അൺനെസസറി ആയിട്ട് ഇൻവെന്ററി ഹോൾഡ് ചെയ്യാതിരിക്കുക, അസ് ആൻഡ് വെൻ നീഡഡ് ഹോൾഡ് ചെയ്യുക. അടുത്ത ഫാക്ടറാണ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം. ഹൈലി പ്രോഫിറ്റ് ഏർണിംഗ് ആയിട്ടുള്ള ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സസ് ഒക്കെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അപ്പം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് അതിനെ അഫക്റ്റ് ചെയ്യും. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ പറഞ്ഞത് നമ്മൾ ഓൾറെഡി കടത്തിനാണ് ഗുഡ്സ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ സപ്ലയർ നമുക്കൊരു 3 മാസമാണ് പീരീഡ് തന്നേക്കുന്നത്. ആ 3 മാസത്തിനുള്ളിൽ നമ്മൾ സപ്ലയർക്ക് പൈസ കൊടുക്കണം, അതായത് ബിസിനസിന്റെ ക്രെഡിറ്റർക്ക് പൈസ കൊടുക്കണം. നമ്മുടെ ബിസിനസ്സിൽ വെറുതെ ഇൻവെന്ററി ഇരിക്കുകയാണെങ്കിൽ അത് കാര്യമുണ്ടോ? ഇല്ല. ആ ഇൻവെന്ററി വിറ്റുപോയെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ, നമുക്ക് സപ്ലയർക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പം അൺനെസസറി ആയിട്ട് സ്റ്റോക്ക് ചെയ്താൽ സപ്ലയർക്ക് നമുക്ക് കറക്റ്റ് ടൈമിൽ പൈസ കൊടുക്കാൻ പറ്റില്ല, അവരായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മളുടെ എന്ത് നോക്കുക? ഫിനാൻഷ്യൽ പൊസിഷൻ കൂടി നോക്കുക. ഇൻവെന്ററി ആവശ്യാനുസരണം മാത്രം എന്ത് ചെയ്യുക? സ്റ്റോക്ക് ചെയ്യുക. പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ ആ ഒരു ലെങ്ത് കൂടുന്നതനുസരിച്ച്, അതായത് റോ മെറ്റീരിയൽസ് വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, ഗുഡ്സ് വിൽക്കുന്നു, വീണ്ടും ക്യാഷ് കിട്ടുന്നു, ഈ ഒരു പ്രോസസ്സിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇൻവെന്ററി ലെവലിനെ എന്ത് ചെയ്യുന്നു? അത് ബാധിക്കുന്നു. കാരണം നമുക്ക് ക്യാഷ് റിയലൈസ് ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പം ഇഫ് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡ് ഈസ് ലോങ്, ദെൻ ദ മണി റിയലൈസേഷൻ ഫ്രം ദ സെയിൽ ഓഫ് ഇൻവെന്ററി വിൽ ഓൾസോ ലോങ് ഡ്യൂറേഷൻ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ പൈസ റിയലൈസ് ചെയ്യുന്ന, ക്യാഷ് റിയലൈസ് ചെയ്യുന്ന ആ ഒരു ടൈമും ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അൺനെസസറി ആയിട്ട് എക്സസ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ് ആണ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ചില മാനേജ്മെന്റ് എക്സസ് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കും, ചിലർ വളരെ ലിമിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ 0 ലെവലിൽ കീപ്പ് ചെയ്യാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്? ഇൻവെന്ററി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും കോമൺ ആയിട്ടും ഇൻവെന്ററി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. നേച്ചർ ഓഫ് ബിസിനസ്, ഇൻവെന്ററി ടേൺ ഓവർ, ഫിനാൻഷ്യൽ പൊസിഷൻ, ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ഇതൊക്കെയാണ് ഇൻവെന്ററി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം ഇൻവെന്ററി കൺട്രോളിൽ ഇനി നമ്മൾ നോക്കുന്ന പോർഷൻ ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ ആണ്. ഓക്കെ,
നമ്മൾ ഇൻവെന്ററി ലെവൽ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോളിന്റെ പ്രാധാന്യം നമ്മൾ നോക്കിയായിരുന്നു. നമ്മുടെ ബിസിനസ്സിൽ ഒരു അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ഇൻവെന്ററി കീപ്പ് ചെയ്യണം. ഓവർ സ്റ്റോക്കിംഗ് കണ്ടീഷനും അണ്ടർ സ്റ്റോക്കിംഗ് കണ്ടീഷനും വരാൻ പാടില്ല. അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ഇൻവെന്ററി ആയിരിക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ ഇൻവെന്ററി ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന എത്രത്തോളം ഇൻവെന്ററി ലെവൽ വേണം അല്ലേ, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ ആണ്. Inventory control refers to the process of ensuring that appropriate amount of stock are maintained by a business so as to able to meet customer demand without delay while keeping the cost associated with the holding stock to a minimum. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് എന്താ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്, കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ആ സ്റ്റോക്ക് ഉണ്ടാവണം ഇല്ലേ. അവിടെ ഒരു സ്റ്റോപ്പേജ് വരാൻ പാടില്ല, അവിടെ ഒരു ഇൻട്രപ്ഷൻ വരാൻ പാടില്ല. കസ്റ്റമേഴ്സിന് ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുകയും വേണം. എന്നാൽ അൺനെസസറി ആയിട്ടുള്ള ഹോൾഡിംഗ് കോസ്റ്റുകളൊന്നും നമുക്ക് ഉണ്ടാവാനും പാടില്ല. പ്രോപ്പറായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇൻവെന്ററി ലെവൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇൻവെന്ററി കൺട്രോൾ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് എൻഷറിംഗ് ദാറ്റ് അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് സ്റ്റോക്ക് ആർ മെയിൻറ്റെയിൻഡ്. അപ്പൊ ഇൻവെന്ററി കൺട്രോൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ഇൻവെന്ററി ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. എക്സസ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻവെന്ററി ലെവൽ കുറവല്ല, അല്ലെങ്കിൽ എക്സസ് അല്ല എന്നുള്ള കാര്യം നമ്മൾ അവിടെ എൻഷുർ ചെയ്യണം. എങ്കിൽ മാത്രമേ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഇൻവെന്ററി കൊടുക്കാൻ പറ്റണം. വിത്തൗട്ട് ഡിലേ കസ്റ്റമേഴ്സിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അനാവശ്യമായിട്ടുള്ള ഹോൾഡിംഗ് കോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കുറയ്ക്കണം. അൺനെസസറി ആയിട്ടുള്ള ഹോൾഡിംഗ് കോസ്റ്റുകളൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റണം. അപ്പം ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ലെവൽ ഓഫ് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു കസ്റ്റമേഴ്സിന് ഡിമാൻഡ് ഒരു തടസ്സവുമില്ലാതെ, ഒരു ഡിലേയും ഇല്ലാതെ കസ്റ്റമേഴ്സിന് ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റുക. Inventory control signifies a planned approach of finding when to shift, what to shift, how much to shift, and how much to stop, so that cost in buying and storing are optimally minimum without interrupting production or affecting sales. ഇല്ലേ, ഇൻവെന്ററി കൺട്രോളിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻഡ് അപ്രോച്ചാണ്. എപ്പോൾ ഇൻവെന്ററി നമ്മൾ കൊണ്ടുപോകണം ഇല്ലേ, എപ്പോൾ ഇൻവെന്ററി നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ എപ്പോൾ ഇൻവെന്ററി നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം, എത്രത്തോളം നമ്മൾ സ്റ്റോക്ക് ചെയ്യണം, ഓക്കെ, അതൊക്കെ നോക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ആ ബൈയിങ് കോസ്റ്റും സ്റ്റോറിങ് കോസ്റ്റും ഒക്കെ കുറയ്ക്കാൻ പറ്റൂ. എപ്പോൾ നമ്മുടെ ഇൻവെന്ററി നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കീപ്പ് ചെയ്യണം, എപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കണം അല്ലേ, എങ്കിൽ മാത്രമേ നമുക്ക് അൺനെസസറി കോസ്റ്റുകൾ, ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ട ഹോൾഡിംഗ് കോസ്റ്റുകളും ക്യാരിങ് കോസ്റ്റുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. വിത്തൗട്ട് എന്താണ് അഫക്റ്റിംഗ് അവർ പ്രൊഡക്ഷൻ, നമ്മുടെ പ്രൊഡക്ഷനെയും സെയിലിനെയും ഒന്നും അഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു ഒപ്റ്റിമൽ ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റണം. അതായത് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബിസിനസ്സിൽ ഇൻവെന്ററി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസിനെ ബാധിക്കുമല്ലേ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സമയത്ത് റോ മെറ്റീരിയൽസ് ഇല്ല എങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കുകയാണ്. അങ്ങനെ വരാൻ പാടില്ല. ഒപ്റ്റിമൽ ലെവൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. To solve these problems of inventory management, various techniques are there. നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ നേരം കൊണ്ടേ നമ്മൾ പറയുന്നുണ്ട്, അപ്രോപ്രിയേറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, കുറയാൻ പാടില്ല, കൂടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് സിറ്റുവേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ പല ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഓരോ ബിസിനസ്സിൻ്റെയും ഇൻവെന്ററി ലെവൽ എത്ര ആണ്, പ്രോപ്പർ ഇൻവെന്ററി ലെവൽ എത്ര ആണ് എന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് ടെക്നിക്സുകളുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് ഈ ടെക്നിക്സിനെ രണ്ടായിട്ട് തിരിക്കാം, മോഡേൺ ടെക്നിക്സ് എന്നും ട്രഡീഷണൽ ടെക്നിക്സ് എന്നും. ഓക്കെ, അപ്പോൾ ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്, ഇൻവെന്ററി കൺട്രോളിന്റെ ടെക്നിക്സിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം, രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? മോഡേൺ ടെക്നിക്കും ട്രഡീഷണൽ ടെക്നിക്കും. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് മോഡേൺ ടെക്നിക്സ് ആണ്. അത് നമുക്ക് മോഡേൺ ടെക്നിക്സിൽ ഏതൊക്കെയാണ്, ട്രഡീഷണൽ ടെക്നിക്സിൽ ഏതൊക്കെയാണെന്ന പേരുകൾ നോക്കാം. പിന്നെ ഓരോന്നും നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടതിന് പ്രോബ്ലം തന്നെ ചെയ്ത് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് വൺ മോഡേൺ ടെക്നിക്കിൽ ഫസ്റ്റ് വൺ
എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, മോഡേൺ ടെക്നിക്കിൽ ഫസ്റ്റ് വൺ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, സെക്കൻഡ് വൺ റീഓർഡർ പോയിന്റ്, തേർഡ് വൺ സ്റ്റോക്ക് ലെവൽ ഫിക്സേഷൻ, ഫോർത്ത് വൺ സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ. ഈ സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോളിൽ തന്നെ ABC അനാലിസിസ്, വെഡ് അനാലിസിസ്, SDE അനാലിസിസ്, FSN അനാലിസിസ്. അപ്പം ഈ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് പ്രധാനമായിട്ടും രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? മോഡേൺ ടെക്നിക്കും ഉണ്ട്, ട്രഡീഷണൽ ടെക്നിക്കും ഉണ്ട്. മോഡേൺ ടെക്നിക്കിൽ പറയുന്ന മോഡേൺ ടെക്നിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട 4 എണ്ണം ഏതൊക്കെയാണ്? എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഉണ്ട്, റീഓർഡർ പോയിന്റ് ഉണ്ട്, ഫിക്സിംഗ് സ്റ്റോക്ക് ലെവൽ ഉണ്ട്, സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ ഉണ്ട്. ഈ സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോളിൽ വരുന്ന 4 എണ്ണമാണ് ABC അനാലിസിസ്, വെഡ് അനാലിസിസ്, SDE അനാലിസിസ്, FSN അനാലിസിസ്. ഇനി ട്രഡീഷണൽ ടെക്നിക്സിൽ വരുന്ന 4 എണ്ണമാണ് ഇൻവെന്ററി കൺട്രോൾ റേഷ്യോസ്, 2 bin സിസ്റ്റം, പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം, പീരിയോഡിക് ഓർഡർ സിസ്റ്റം. ഓക്കെ, ഈ എല്ലാ ടെക്നിക്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് നോക്കും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മോഡേൺ ടെക്നിക്സ് ആണ്. Modern techniques of inventory control refers to those techniques which are evolved through a scientific process. Okay. സയന്റിഫിക് പ്രോസസ്സുകളിലൂടെ കണ്ടെത്തിയ ടെക്നിക്സുകളാണ് ഏത്? ഈ മോഡേൺ ടെക്നിക്സ് എന്ന് പറയുന്നത്. These techniques involve the use of a formula or a method which is logically derived to keep control on the inventory levels. ഫോർമുലാസോ അതുപോലെ തന്നെ മെത്തേഡ്സോ ഉപയോഗിച്ചുകൊണ്ട്, ഓക്കെ, ഫോർമുലാസോ മെത്തേഡ്സോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടെത്താനായിട്ട് പറ്റുന്നു? ഇൻവെന്ററി ലെവൽ കണ്ടെത്താനായിട്ട് പറ്റുന്നു. ഈ ടെക്നിക്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചേ, ഇൻവെന്ററി ലെവലില് പ്രോപ്പർ ഇൻവെന്ററി ലെവൽ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ഇൻവെന്ററി ലെവൽ കണ്ടെത്താനായിട്ട് നമുക്ക് ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്. ടെക്നിക്സിനെ പ്രധാനമായിട്ട് നമുക്ക് മോഡേൺ ടെക്നിക്സ് എന്നും ട്രഡീഷണൽ ടെക്നിക്സ് എന്നും പറയാം. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മോഡേൺ ടെക്നിക്സ് ആണ്. അതായത് സയന്റിഫിക് പ്രോസസ്സുകളിലൂടെ ഇവോൾവ് ചെയ്ത് വന്ന ടെക്നിക്സ് ആണ് ഏത്? മോഡേൺ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ മോഡേൺ ടെക്നിക്സിൽ സയന്റിഫിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അത്രയും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമുലാസും മെത്തേഡ്സും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു ഇൻവെന്ററി ലെവൽ കണ്ടെത്തുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ നോക്കുന്നത് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി. ഓക്കെ, മോഡേൺ ടെക്നിക്സിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ നോക്കുന്നത് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി. എന്താണ് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഇല്ലേ, നമ്മൾ ഒരു ഇൻവെന്ററിക്ക് ഓർഡർ കൊടുക്കും അല്ലേ? ഇൻവെന്ററിക്ക് ഓർഡർ കൊടുക്കുന്നത് ഒരു എക്കണോമിക്, അതായത് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് കുറവുള്ള ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണം. ഓക്കെ, അതാണ് ആ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ദ ഒപ്റ്റിമൽ സൈസ് ഓഫ് ആൻ ഓർഡർ ഫോർ റീപ്ലേസ്മെന്റ് ഓഫ് ഇൻവെന്ററി ഈസ് കോൾഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നമ്മളൊരു വീണ്ടും ഒരു ഓർഡർ കൊടുക്കുകയാണ്, ഇൻവെന്ററി നമ്മുടെ ബിസിനസ്സിലേക്ക് വരാനായിട്ട് നമ്മൾ ഒരു ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കണം? ആ ഒരു ഒപ്റ്റിമൽ സൈസ് ആയിരിക്കണം. Economic ordering quantity or optimum order quantity is that size of order where the total inventory cost is at the minimum. നമ്മൾ ആ ഒരു സ്പെസിഫിക് ഓർഡർ കൊടുക്കുന്ന സമയത്ത്, നമ്മളൊരു പ്രോഡക്റ്റിന് ഒരു ഓർഡർ കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് ബിസിനസ്സിന് ബെനിഫിഷ്യൽ ആയിരിക്കണം. അതായത് നമ്മുടെ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കുറവായിരിക്കണം. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 കോസ്റ്റുകൾ ചേരുന്നതാണ്, ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. ഓക്കെ, ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും എന്തായിരിക്കണം? കുറവായിരിക്കണം. എങ്ങനെ? നമ്മുടെ ബിസിനസ്സിൽ നമ്മളൊരു ഫ്രഷ് ഓർഡർ കൊടുക്കുന്ന സമയത്ത്, ഒരു ഇൻവെന്ററി വാങ്ങാനായിട്ട് നമ്മളൊരു ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അൺനെസസറി ആയിട്ട് നമ്മൾ ആ ഗുഡ്സ് ഹെൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബിസിനസ്സിൽ ഡിമാൻഡ് ഉള്ള ഗുഡ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകുന്ന ഗുഡ്സ് അല്ലേ, കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഗുഡ്സ് ഒക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്യണം. അപ്പം അത് കൂടുതൽ നമ്മൾ വാങ്ങുകയാണ് ഇല്ലേ, അപ്പം നമുക്ക് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റിയിൽ എന്ന് പറഞ്ഞാൽ അതൊരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് അതർവൈസ് നോൺ ആസ് ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി. ഇവിടെ നമ്മൾ എന്താണ് നോക്കേണ്ടത്? നമ്മുടെ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് നമ്മൾ കുറയ്ക്കാനായിട്ടാണ് നോക്കേണ്ടത്. എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി, എക്കണോമിക് അല്ലേ, നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കണം.
എന്തൊക്കെ കുറയ്ക്കാം? ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റും ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റും എന്തായിരിക്കും? അവിടെ കുറവായിരിക്കും. ഓക്കെ, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ആർ മിനിമൈസ്ഡ്. അപ്പം എക്കണോമിക് ഓർഡറും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ സൈസ് ഓഫ് ഓർഡർ ആണ് ഫോർ ദ റിപ്ലനിഷ്മെന്റ് ഓഫ് ഇൻവെന്ററി. നമുക്ക് വീണ്ടും ഇൻവെന്ററി വാങ്ങാനായിട്ടുള്ള ഒരു ഒപ്റ്റിമൽ ഓർഡർ, ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഓർഡറിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി. ഈ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റിയിൽ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് നമ്മൾ മിനിമൈസ് ചെയ്യാനായിട്ടാണ് നോക്കേണ്ടത്. ഈ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും കൂടെ ചേരുന്നതാണ് എന്ത്? ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറയുന്നത്. It refers to that quantity of material to be purchased at one time to optimize the cost thereon. നമ്മൾ എന്നും പോയി ഗുഡ്സ് വാങ്ങുന്നതിന് പകരം ആ ഒരു ഓർഡർ ചെയ്യേണ്ട ആ ഒരു ലെവൽ കണ്ടെത്തുക. ആ ഒരു ലെവലിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അത് നമ്മൾ ഫോർമുലാസ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ആ ഒരു EOQ ലെവൽ എന്ത് ചെയ്യും? നമ്മൾ കണ്ടെത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച്, എന്താണ് EOQ? ഇറ്റ് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി പർച്ചേസ്ഡ് അറ്റ് വൺ ടൈം ടു ഒപ്റ്റിമൈസ് ദ കോസ്റ്റ്. ഒരു തവണ നമ്മൾ എത്രത്തോളം പർച്ചേസ് ചെയ്യണം? ഓക്കെ, ഒരു തവണ നമ്മൾ എത്രത്തോളം പർച്ചേസ് ചെയ്താൽ നമ്മുടെ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കുറയ്ക്കാം. അതായത് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റും ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും, മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ക്വാണ്ടിറ്റി ദ ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ് വിൽ ബി ദ ലോവസ്റ്റ്. ആ ഒരു EOQല് ആ ഒരു ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഏറ്റവും കുറവായിരിക്കും. ഇറ്റ് ഈസ് നോൺ ബൈ ഡിഫറെന്റ് നെയിംസ് ലൈക്ക് ഒപ്റ്റിമം ക്വാണ്ടിറ്റി, എക്കണോമിക് ലോഡ് ക്വാണ്ടിറ്റി, ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ് എക്സെട്ര. എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റിയുടെ മറ്റു പേരുകളാണ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ എക്കണോമിക് ലോഡ് ക്വാണ്ടിറ്റി, ഐഡിയൽ ക്വാണ്ടിറ്റി എക്സെട്ര. ഓക്കെ, ഏറ്റവും നല്ല ടൈമാണ് പർച്ചേസ് ചെയ്യാൻ, ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ടൈമാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അതായത് നമ്മുടെ എന്തൊക്കെ കുറയ്ക്കാം? നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒക്കെ നമുക്ക് കുറയ്ക്കാം. ആ ഒരു ടൈം, ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ടൈം എന്ത് ചെയ്യുക? നമ്മൾ കണ്ടെത്തുക. വിത്ത് ഫോർമുല ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? EOQ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം മോഡേൺ ടെക്നിക്കിൽ ഫസ്റ്റ് വൺ ആണ് ഇത് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ടൈം, അല്ലെ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ദാറ്റ് ടു ബി പർച്ചേസ്ഡ് അറ്റ് വൺ ടൈം. എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ നമ്മൾ ഒരു തവണ പർച്ചേസ് ചെയ്യണം? ആ ഒരു തവണ നമ്മൾ എത്രത്തോളം പർച്ചേസ് ചെയ്താൽ നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും നമുക്ക് ഏറ്റവും കുറവാകും. ആ ഒരു ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? EOQ എന്ന് പറയുന്നത്. EOQ പറഞ്ഞപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് പറഞ്ഞു. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. ആ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റിനകത്ത് നമ്മൾ രണ്ട് കോസ്റ്റുകളാണ് പറഞ്ഞത്, ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. എന്താണ് ഓർഡറിംഗ് കോസ്റ്റ്, എന്താണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ the expense incurred for the placement of purchase order and other related expenses. നമുക്ക് ഓർഡർ കൊടുക്കണം അല്ലേ? ഓർഡർ കൊടുക്കാനും മറ്റ് റിലേറ്റഡ് എക്സ്പെൻസസ് കൂടെ ചേരുന്ന ആണ് ഇത്. നമ്മൾ ആ ഗുഡ്സ് അല്ലെ ഒരു ഇൻവെന്ററി നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്, ആ ഒരു ഇൻവെന്ററി ഓർഡർ ചെയ്യാനായിട്ട് നമുക്ക് ചെലവാകുന്ന മറ്റ് റിലേറ്റഡ് എക്സ്പെൻസും എല്ലാം കൂടി ചേരുന്നതാണ് ഏത്? ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. More quantity of material ordered at one time reduces the ordering cost. ഒരു തവണ അല്ലേ, ഒരു തവണ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മൾ 5 ഐറ്റം വീതം ഇങ്ങനെ പർച്ചേസ് ചെയ്യുകയാണ് ഒരു തവണ. 5 ഐറ്റം വീതം നമ്മൾ ഓരോ ആഴ്ചയിലും പർച്ചേസ് ചെയ്യാതെ ഒരുമിച്ച് ഒരു 50 ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്, ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓർഡറിംഗ് കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ മോർ ക്വാണ്ടിറ്റി ഒരു ടൈം അറ്റ് എ ടൈം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് എന്ത് ചെയ്യാം? കുറയ്ക്കാം. ആൻഡ് ഇഫ് ദ ക്വാണ്ടിറ്റി ഓർഡർഡ് ഈസ് ലെസ്, മോർ ഫ്രീക്വന്റ് പർച്ചേസസ് ആർ ടു ബി മെയ്ഡ് ആൻഡ് ദ ഓർഡറിംഗ് കോസ്റ്റ് വിൽ ഇൻക്രീസ്. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട്, അതായത് ആഴ്ച ഒരു 5 ഐറ്റം വീതം പ്രോഡക്റ്റ് ഏതും ആയിക്കോട്ടെ, നമ്മൾ ആഴ്ച എന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു? കൂടുന്നു.
അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡറിങ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഏറ്റവും എക്കണോമിക്കലായിട്ട് പർച്ചേസ് ചെയ്യുക അല്ലേ, ആ ഒപ്റ്റിമം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കുറയ്ക്കാം. ആ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റിനകത്ത് വരുന്നതാണ് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. ഓർഡറിങ് കോസ്റ്റിൽ വരുന്നത് ഒരു ഇൻവെന്ററി നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് ചെലവാകുന്ന എക്സ്പെൻസുകൾ എല്ലാം ചേരുന്നതാണ് ഓർഡറിങ് കോസ്റ്റ്. ദ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ദ പ്ലേസ്മെന്റ് ഓഫ് പർച്ചേസ് ഓർഡർ. ഒരു ഇൻവെന്ററി പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ചിലവാകുന്ന എക്സ്പെൻസ്, മറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് എല്ലാം കൂടി ചേരുന്നതാണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു തവണ കൂടുതൽ ഐറ്റം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഫ്രീക്വൻസി കുറയുകയാണ്, നമ്മൾ അതായത് നമ്മൾ കൂടുതൽ തവണ, ക്വാണ്ടിറ്റി കുറവും ഫ്രീക്വൻസി കൂടുതലും ആണെങ്കിൽ നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇനി എന്താണ് ക്യാരിയിങ് കോസ്റ്റ്? നമ്മുടെ ബിസിനസ്സിൽ ഈ ഇൻവെന്ററി ഹോൾഡ് ചെയ്യണം ഇല്ലേ, ഹോൾഡ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ പ്രിസർവിംഗ് ദ പർച്ചേസ്ഡ് മെറ്റീരിയൽ. നമ്മൾ ഓർഡർ കൊടുത്തു, ഓർഡർ ചെയ്ത ഗുഡ്സ് നമ്മുടെ ബിസിനസ്സിൽ വന്നു, നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ നമ്മുടെ ബിസിനസ്സിൽ വന്നു. ഇനി അത് നമുക്ക് ഹോൾഡ് ചെയ്യണം അല്ലേ, ക്യാരി ചെയ്യണം. അതുകൊണ്ടാണ് അതിനെ ക്യാരിയിങ് കോസ്റ്റ് എന്നും ഹോൾഡിംഗ് കോസ്റ്റ് എന്നും പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഓൺ മണി ഇൻവെസ്റ്റഡ് ഇൻ ദ മെറ്റീരിയൽ, സ്റ്റോറേജ് കോസ്റ്റ് ലൈക്ക് ഇൻഷുറൻസ്, റെന്റ്, ലൈറ്റ്നിങ്, സാലറീസ് ഓഫ് ദ സ്റ്റാഫ് എംപ്ലോയിഡ് ഇൻ ദ സ്റ്റോർ. ഹൈ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഇൻക്രീസ് ദ ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റോറേജ്, റെന്റ്, ഇൻഷുറൻസ്, ലൈറ്റ്നിങ്, ഇതെല്ലാം എന്തിനകത്ത് വരും, ക്യാരിയിങ് കോസ്റ്റിനകത്ത് വരും. ഈ ക്യാരിയിങ് കോസ്റ്റ് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ മെറ്റീരിയൽസ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നോക്കേണ്ടത് ഈ ക്യാരിയിങ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും അതുപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റും എന്ത് ചെയ്യാനായിട്ടാണ് നോക്കേണ്ടത്, നമ്മൾ കുറയ്ക്കാനായിട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മോഡേൺ ടെക്നിക്കാണ് ഏത്? ഫസ്റ്റ് മോഡേൺ ടെക്നിക്കാണ് EOQ എന്ന് പറയുന്നത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോഡേൺ ടെക്നിക്ക് ഓഫ് ഇൻവെന്ററി കൺട്രോൾ ആണ്. മോഡേൺ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ഫോർമുല അല്ലെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ക്വാണ്ടിറ്റി കണ്ടെത്തുന്നത്. ഏത് ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ, ഒപ്റ്റിമം ക്വാണ്ടിറ്റി. ആ ഒപ്റ്റിമം ക്വാണ്ടിറ്റി നമ്മുടെ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റിനെ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡറിങ് കോസ്റ്റിനെയും ക്യാരിയിങ് കോസ്റ്റിനെയും എന്ത് ചെയ്യുന്നു, മിനിമൈസ് ചെയ്യുന്നു. നമ്മൾ ഒരു തവണ എത്രത്തോളം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം, ഒരു തവണ എത്രത്തോളം ഇൻവെന്ററി പർച്ചേസ് ചെയ്യണം, ഒരു തവണ, അതായത് നമ്മൾ കൂടുതൽ തവണ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ഓർഡറിങ് കോസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കുറയ്ക്കാനായിട്ട് നോക്കുക, ഓർഡേഴ്സിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാനായിട്ട് നോക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിന് ബെനിഫിഷ്യൽ ആവുകയുള്ളൂ. ഓക്കെ, അപ്പം എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഒപ്റ്റിമം ക്വാണ്ടിറ്റി, എക്കണോമിക് ലോഡ് ക്വാണ്ടിറ്റി, ഐഡിയൽ ക്വാണ്ടിറ്റി എന്നൊക്കെ നമുക്ക് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയെ പറയാം. ഇവിടെ നമ്മൾ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും എന്ത് ചെയ്യാനാണ് നോക്കേണ്ടത്, ഏറ്റവും കുറവായിരിക്കും. ഈ EOQയിൽ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും എന്തായിരിക്കും, ലോവസ്റ്റ് ആയിരിക്കും. ഓർഡറിങ് കോസ്റ്റ്, ഗുഡ്സ് ഓർഡർ ചെയ്യാനായിട്ട് എടുക്കുന്ന കോസ്റ്റുകൾ, മറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് എല്ലാം കൂടി ചേരുന്നതാണ് ഓർഡറിങ് കോസ്റ്റ്. കൂടുതൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഫ്രീക്വൻസി കൂടാൻ പാടില്ല, തവണ കൂടാൻ പാടില്ല. ആഴ്ച നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഓർഡറിങ് കോസ്റ്റ് നമുക്ക് കൂടും. ഫ്രീക്വൻസി കുറയ്ക്കുക, കൂടുതൽ ഓർഡർ ചെയ്യുക. ഓക്കെ, ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ ചെയ്ത ഇൻവെന്ററി നമ്മുടെ ബിസിനസ്സിൽ കീപ്പ് ചെയ്യണം. ഓക്കെ, അതാണ് പ്രിസർവ് ചെയ്യണം. അപ്പൊ അതിന് റെന്റ്, ലൈറ്റ്നിങ്, എംപ്ലോയീസിന് സാലറി, ഇങ്ങനെയുള്ള ക്യാരിയിങ് കോസ്റ്റുകൾ നമുക്കാവുന്നുണ്ട്. അപ്പോൾ ഇൻവെന്ററിയുടെ അളവ് കൂടുമ്പോൾ ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച്, മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പം നമ്മുടെ EOQന്റെ ഒരു ഫോർമുല, അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ എന്താ പറഞ്ഞ, നമ്മൾ ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്തുന്നു എന്ന് പറഞ്ഞു അല്ലേ. മോഡേൺ മെത്തേഡ്സിൽ നമ്മൾ ഫോർമുലാസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ EOQ കണ്ടെത്താനായിട്ടുള്ള ഒരു ഫോർമുലയാണിത്, √2RO ഡിവൈഡഡ് ബൈ C. ഓക്കെ, √2RO ഡിവൈഡഡ് ബൈ C.
ഇപ്പം എന്താണ് EOQ ഈക്വൽ ടു റൂട്ട് ഓഫ് 2RO ഡിവൈഡഡ് ബൈ C ആണ്. ഓക്കെ, EOQ ഈക്വൽ ടു റൂട്ട് ഓഫ് 2RO ഡിവൈഡഡ് ബൈ C. ഇതിൽ EOQ എന്താണ്? എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുവൽ ഡിമാൻഡ് ആണ്, അല്ലെങ്കിൽ ആനുവൽ കൺസപ്ഷൻ ആണ്. ഓക്കെ, R ഈക്വൽ ടു ആനുവൽ കൺസപ്ഷൻ. O എന്താണ്? ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡറിന് ആവുന്ന ചെലവ്, ഒരു ഓർഡറിനാവുന്ന കോസ്റ്റ് ആണ് ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. C എന്താണ്? ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്, ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. EOQ കണ്ടെത്തേണ്ട ഇക്വേഷൻ ആണിത്. ഓക്കെ, EOQ കണ്ടെത്തേണ്ട ഇക്വേഷൻ റൂട്ട് ഓഫ് 2RO ഡിവൈഡഡ് ബൈ C ആണ്. ഈ റൂട്ട് ടോട്ടൽ ആയിട്ടാണ് എഴുതേണ്ടത്. സ്ക്വയർ റൂട്ട് ഓഫ് 2RO ഡിവൈഡഡ് ബൈ C. R എന്ന് പറഞ്ഞാൽ ആനുവൽ കൺസംഷൻ ആണ്, അല്ലെങ്കിൽ ആനുവൽ ഡിമാൻഡ് ആണ്. O എന്താണ്? ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ ആണ്. C എന്താണ്? ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. നമുക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാൻ പറഞ്ഞാൽ, നമ്പർ ഓഫ് ഓർഡേഴ്സ് നമ്മൾ എത്ര ഓർഡറുകൾ കൊടുത്തു, നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാൻ പറഞ്ഞാൽ R ഡിവൈഡഡ് ബൈ EOQ. നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണേണ്ട ഇക്വേഷൻ എന്താണ്? R എന്താണ്? ആനുവൽ ഡിമാൻഡ് ആണ്. ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ EOQ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാൻ പറ്റും. ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഓർഡർ, 2 ഓർഡേഴ്സിനിടയിലുള്ള ടൈം ഗ്യാപ്പ് കണ്ടെത്താൻ ഉള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ്. ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, പ്രോബ്ലംസ് നമുക്ക് ചോദിക്കും. ഓക്കെ, ചിലപ്പോൾ EOQ കാണാനായിരിക്കില്ല ചോദിക്കുന്നത്. EOQ തന്നിട്ട് ചിലപ്പോൾ നമുക്ക് ടൈം ഗ്യാപ്പോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓർഡറോ ഒക്കെ കാണാൻ ചോദിക്കും. അപ്പൊ നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാനുള്ള ഇക്വേഷൻ R ഡിവൈഡഡ് ബൈ EOQ. ഇവിടെ R എന്താണ്? ചില ടെസ്റ്റുകളിൽ R വരെ A ആണ്. ആനുവൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആനുവൽ കൺസപ്ഷൻ A ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞത് R എന്ന് ലെറ്റർ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ആനുവൽ കൺസംഷനെ ആണെന്ന്. 2 ഓർഡറുകൾ തമ്മിലുള്ള ടൈം ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ്. ഒരു വർഷം അല്ലേ, അതായത് 365 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഗ്യാപ്പ് കണ്ടെത്താൻ പറ്റും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും കൂടെ ചേരുന്നതാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇക്വേഷൻ ഒന്നും കൂടി. പർച്ചേസ് കോസ്റ്റ് കാണാൻ R ഇൻറ്റു യൂണിറ്റ് പ്രൈസ്. R എന്താണ്? ആനുവൽ ഡിമാൻഡ് ആണ്. ക്യാരിയിങ് കോസ്റ്റ് മാത്രം കാണാൻ ചോദിക്കുവാണെങ്കിൽ EOQ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു C. EOQ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു C ആണ്. ഓർഡറിംഗ് കോസ്റ്റോ R ബൈ EOQ ഇൻറ്റു O. ഓക്കെ അല്ലേ? അപ്പം ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ്? പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നമുക്ക് മോഡേൺ ടെക്നിക്കും ഉണ്ട്, ട്രഡീഷണൽ ടെക്നിക്കും ഉണ്ട്. മോഡേൺ ടെക്നിക്കിൽ ഫസ്റ്റ് ആണ് പറഞ്ഞത് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി. അതായത് ആ ഒരു ഒപ്റ്റിമൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്, അതായത് ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ഫോർമുല ആണ് നമ്മൾ പറഞ്ഞത് EOQൻ്റെ. എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി നമുക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 2RO ഡിവൈഡഡ് ബൈ C ആണ്. R എന്ന് പറഞ്ഞാൽ ആനുവൽ ഡിമാൻഡ് അല്ലെങ്കിൽ കൺസംഷൻ ആണ്. O എന്ന് പറഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ ആണ്. C ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ് കാണുന്നതെങ്കിൽ R ഡിവൈഡഡ് ബൈ EOQ. EOQ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് കണ്ടെത്താൻ പറ്റൂ. ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഓർഡർ 365 ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും കൂടെ ചേരുന്നതാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്.